നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ കേരളത്തിൽ പാമ്പ് ശല്യം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾക്കുള്ളിലേക്ക് പോലും പാമ്പുകൾ കയറി വരികയും നിരവധി പേരെ പാമ്പുകടി ഏൽക്കുകയും ചെയ്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആശുപത്രിയിലാണെങ്കിലും നിരവധി പേരാണ് പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. നിർഭാഗ്യവശാൽ നിരവധി പേർ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്ന വാർത്തകളും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാമ്പുകൾ നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് കടന്നു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റവും ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവ നമ്മുടെ വീടുകൾക്കുള്ളിലേക്കൊക്കെ കയറി വരുന്നത്. കൂടാതെ തവളകൾ, എലികൾ എന്നിവയെ ഇര തേടിയും ഇവ നമ്മുടെ വീടുകളിലേക്ക് എത്താറുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ അവ ഭക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങൾ വരികയും എലി പോലുള്ള വസ്തുക്കൾ അവിടെ വരികയും അതിനെ പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് പാമ്പുകൾ കൂടുതലും നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ടും നമ്മളെ വീടുകളിൽ വിറകുകൾ, അതുപോലെ തന്നെ തൊണ്ടുകൾ, ചിരട്ടകൾ, കരിയിലകൾ ഇവയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇവ വരാൻ സാധ്യത കൂടുതലാണ്. ഇവയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ട് വീടിനോട് ചേർന്ന് വിറകുകൾ അടുക്കി വെക്കുക, അതുപോലെ തന്നെ തറ തുടയ്ക്കുന്ന മോപ്പുകൾ ചാരി വെക്കാതിരിക്കുക, ഈ ജനൽ സൈഡുകളിൽ കമ്പുകളൊന്നും ചാരി വെക്കാതിരിക്കുക, അതുപോലെ തന്നെ തൊണ്ടുകൾ, ചിരട്ടകൾ ഇവയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വീടിനടുത്ത് കൊണ്ട് കൂട്ടിയിടാറുണ്ട്. അവയൊക്കെ അങ്ങനെ ഇടുന്നതും ഒക്കെ ഈ പാമ്പ് ശല്യം, നമ്മുടെ വീടുകളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചൂടുള്ള സമയമാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ ജനലുകളൊക്കെ തുറന്നിടാറുണ്ട്. ജനലുകൾ തുറന്നിടുമ്പോൾ അവയിലൂടെ പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറി വരാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ തുറന്നിടുന്നവരാണെന്നുണ്ടെങ്കിൽ ജനലുകൾ ഗ്രില്ലുകൾ വെച്ച് അല്ലെങ്കിൽ നെറ്റുകൾ വെച്ച് അടച്ച് സുരക്ഷിതമാക്കേണ്ടതും അത്യാവശ്യ കാര്യമാണ്. അതുപോലെ തന്നെ ഹോളുകൾ, നമ്മളുടെ വീടുകളിൽ വേസ്റ്റ്, അതായത് തറ കഴുകി കളയാനുള്ള ഓവുകൾ, അതുപോലെ തന്നെ പൊത്തുകൾ, കതകളുടെ അടിയിലുള്ള ഗ്യാപ്പുകൾ, ഇതിലൂടെയൊക്കെയാണ് പാമ്പുകൾ പെരയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെയുള്ളവയെല്ലാം നമ്മൾ ഹോളുകൾ അടയ്ക്കുക, അതുപോലെ തന്നെ ജനലുകൾ നെറ്റുകൾ വെച്ച് അടച്ചിടുക, കതകളുടെ അടിയിലുള്ള ഗ്യാപ്പുകളൊക്കെ അടയ്ക്കുക എന്നിവയൊക്കെ നമ്മൾ പാമ്പിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ നല്ല പ്രകാശമുള്ള ടോർച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം. പാമ്പുകൾ വഴികളിലൊക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല പ്രകാശമുള്ള ടോർച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇതിനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ വീടുകളിൽ നമ്മൾ ഷൂകൾ, ഹെൽമെറ്റുകൾ എന്നിവയൊക്കെ വീടിന് പുറത്ത് വെക്കാറുണ്ട്. ഇവ തണുപ്പ് തേടി വന്ന് ഈ ഷൂവിനകത്ത് കയറിയിരിക്കുകയും അതുപോലെ തന്നെ ഹെൽമെറ്റിനുള്ളിലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എടുത്ത് അത് തട്ടി അത് പരിശോധിച്ച് നിങ്ങൾ പാമ്പില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ബൈക്കുകളൊക്കെ വീടിന് വെളിയിൽ കൊണ്ടുവെക്കുമ്പം അതിനൊത്തിരി ഹോളുകളുണ്ട്. അതിൻ്റെ പാമ്പിന് കയറിയിരിക്കാൻ എളുപ്പമുള്ള സ്ഥലങ്ങളാണ് കൂടുതലും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പാമ്പ് പെട്ടെന്ന് കയറിയിരിക്കും. അപ്പം ബൈക്കൊക്കെ രാവിലെ ചെന്ന് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ പ്രാഥമിക ശുശ്രൂഷ നൽകി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു കാരണവശാലും അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ പാടില്ല. ധൈര്യമാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് പാമ്പ് കടി ഏറ്റ ഭാഗം അത് അനക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ ആ ഭാഗത്തിൽ ബ്ലഡ് ഓട്ടം കൂടുതൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അനക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. പാമ്പുകടി ഏറ്റ ആളെ ഉടനെ തന്നെ ആൻറ്റി സ്നേക്ക് വെനം ASP ഉള്ള ഹോസ്പിറ്റലിൽ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത്, ഏത് പാമ്പാണ് കടിച്ചതെന്നുള്ളൊരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്ക് അത് വലിയ സഹായകമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പാമ്പിനെ പിടിക്കാനോ അതിനെ കൊല്ലാനോ പോയി നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെപ്രാളമാണ് മെയിനായിട്ട് മരണകാരണമായിട്ട് സംഭവിക്കുന്നത്. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭയപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ പാമ്പ് കടിച്ച ഭാഗത്തിന് മുകളിൽ കയറോ തുണിയോ വെച്ച് വലിഞ്ഞു മുറുകി കെട്ടാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ രക്തയോട്ടം നിൽക്കുകയും അതുപോലെ തന്നെ ആ അവയവം ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ സംഭവിക്കാം. പിന്നെയുള്ളത്, പാമ്പുകടി ഏറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് കീറി ബ്ലഡ് വായ്കൊണ്ട് വലിച്ചു കളയാനോ ഒന്നും ശ്രമിക്കരുത്. ഇത് തികച്ചും അശാസ്ത്രീയമായ ചികിത്സാ രീതിയാണ്.
സമയം നഷ്ടപ്പെടുത്തരുത്. ഒറ്റമൂലികൾ തേടിയോ പച്ചമരുന്നുകൾ തേടിയോ സമയം നിങ്ങൾ പാഴാക്കരുത്. ഈ ഒരു സമയത്തിന് ഗോൾഡൻ ഹവർ എന്ന് പറയും. സുഹൃത്തുക്കളെ, നിങ്ങൾ പാമ്പുകളെ ഭയക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണ് പല അബദ്ധങ്ങളും നമ്മൾ വരുത്തി വയ്ക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, വീടുകളിലെ ശുചിത്വമില്ലായ്മ, അല്ലെ നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ, നമ്മളുടെ വീടിനോട് ചേർന്ന് ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ പല മരക്കമ്പുകളും ഒക്കെ നമ്മൾ താന്ന് നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്നതൊക്കെ നമ്മൾ വെട്ടിമാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുന്നത് ഈ പാമ്പ് ശല്യത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി രക്ഷ നേടാൻ പറ്റും. നമ്മൾ രാത്രിയിൽ നമുക്കറിയാൻ പറ്റത്തില്ല, ഇവ വെള്ളം തേടിയും തണുപ്പ് തേടിയും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നുണ്ട്. നമ്മൾ വലിയ പാമ്പുകളെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്, വലിയ പാമ്പാണ് എന്നത്. പക്ഷേ തീരെ ചെറിയ പാമ്പുകളാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ. ഇത് എഴിഞ്ഞ് നമ്മുടെ പെരയ്ക്കകത്ത് കയറിയിരുന്നാൽ നമ്മൾ അറിയത്ത് പോലുമില്ല. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ആ രോഗിയെ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഒരു അറിവുകൾ ചിലപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കപ്പെട്ടേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കുന്ന ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.